കുറച്ച് നാളിന് മുന്നേ വരെ എനിക്ക് പലഹാരങ്ങളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പലഹാരത്തിന് പകരം ചോറും കഞ്ഞിയും പഴഞ്ചോറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയായിരുന്നു. പക്ഷേ ഇപ്പം പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് കഞ്ഞിയും ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പകരം ഇതേപോലെ പലഹാരങ്ങൾ, ദോശ, ഇടിയപ്പം, അപ്പം എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്ക് അപ്പമാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വായിക്കാനിരിക്കും കുറച്ച് സമയം. അങ്ങനെ ഞാൻ വായിച്ചു തീർത്ത കുറേ ബുക്കുകളാണിത്. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഈ ഗർഭിണിയാകുമ്പോൾ മുടിയൊക്കെ തഴച്ച് വളരുന്നു. പക്ഷേ എൻ്റെ മുടി തഴച്ച് വളർന്നതുമില്ല, ഉള്ള പിരുകത്തെ ഇനി 5-6 പൂച്ചപ്പൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതിനൊക്കെ ഞാൻ വെള്ളം കൊടുത്തു. അതിൻ്റെ ഭംഗിക്ക് കുറച്ച് നേരം ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇന്ന് നമ്മുടെ ബേബി നല്ല എനർജറ്റിക് മൂഡാണ്. ചില ദിവസം എനിക്ക് എണീക്കാൻ പോലും തോന്നത്തില്ല, അത്ര ക്ഷീണമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ കുറച്ച് ചക്ക കൊണ്ടു തന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടി ഇരുന്ന ചക്ക, നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അതെല്ലാം ഇരുന്നകത്താക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കർക്കിടകമൊക്കെ ആവാൻ പോവല്ലേ, വിളക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൃത്തിയാക്കാനുള്ള പരിപാടി ഞാൻ തുടങ്ങി. എനിക്ക് വെറുതെ ഇരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ഞാനിരുന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് കുറേ ഫ്രസ്ട്രേറ്റഡ് ആവും. അതിലും നല്ലത് ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കൊരു പ്രശ്നം തോന്നത്തില്ല. ഒന്നാമത് ജോലിയും കൂടെ ഒക്കെ റിസൈൻ ചെയ്ത് വന്നുകൊണ്ട് മൈൻഡ് ചിലപ്പോൾ ഡിവേർട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇട ഞാൻ കൊടുക്കില്ല. മറിച്ച് വായിച്ചും ഇതേപോലെ ഓരോ ജോലിയൊക്കെ ചെയ്ത് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചൊക്കെ ഞാൻ എൻ്റെ ദിവസം ഇങ്ങനെ തിങ്കിക്കൊണ്ട് ചെയ്യാറ്. അപ്പം വിളക്കത് കണ്ടോ, നല്ല വെളുവിളാന്ന് വെട്ടി തിളക്കുന്നുണ്ടോ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ അമ്മ ഇതേപോലെ നമ്മുടെ ചന്ദനത്തിരിയുടെ പൊടി സൂക്ഷിച്ചു വെച്ചത്. ഇത് നമ്മൾ ഈ വിളക്കിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ വിളക്ക് നല്ല ക്ലീനായി കിട്ടും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ്, അപ്പം നല്ല ഭംഗിയായിട്ട് വിളക്ക് വെളുത്ത് വന്ന്. അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ പൂജാമുറി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് വെച്ചിരിക്കുന്ന മിക്കവാറും ഉള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്ത പെയിൻറ്റിങ്സ് ആട്ടോ. അതെല്ലാം അച്ഛൻ ഫ്രെയിം ചെയ്തതെല്ലാം വേറെ പല മുറിയിലായിട്ടിരുന്നത് ഞാനെല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് വന്നു. പിന്നെ ബാക്കി കുറച്ച് മ്യൂറൽസ് അച്ഛൻ ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കുറച്ച് മ്യൂറൽസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ പല വഴിക്കായിട്ടിരുന്നിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഇന്നതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ മ്യൂറൽസ് എല്ലാം ഞാൻ ചെയ്തു കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ ഞാനതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴത്തേനും വിശപ്പിൻ്റെ ഉച്ചക്കത്തെ അവിയലും അതേപോലെ ചൂടമീൻ, ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ തോരനുമായിരുന്നു. അതും രസമൊക്കെ കൂട്ടി നല്ല സന്തോഷമായിട്ട് ആഹാരം കഴിച്ച് കിടന്നു.